ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സുജോത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ എംബ്രാൻ ഇറങ്ങിയ സമയത്ത് അശ്വന്ത് വോക്കിനെതിരെയാണ് ഞാൻ ചെറിയൊരു റിയാക്ഷൻ ആയിട്ട് കുറച്ച് അശ്വന്ത് വോക്കിന് തെറ്റായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. പുള്ളി ഈ പടത്തിന് ഭയങ്കര നെഗറ്റീവായിട്ടും ഭയങ്കര പല കാര്യങ്ങളോടൊക്കെ പറഞ്ഞു. പക്ഷെ ആ സിനിമയിൽ ഉണ്ടാക്കിയത് കുറച്ച് ഓളങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്ര ദിവസങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും, അതായത് ആ സിനിമയിൽ എന്ത് തെറ്റായി നമ്മുടെ അടുത്ത് പറഞ്ഞു അത് തന്നെയാണ് നടക്കുന്നത്. കാരണം മുരളി ഗോപിയൊക്കെ അദ്ദേഹത്തെ എഴുതി വെച്ചാണ് കാര്യങ്ങളുണ്ടല്ലോ, വരാൻ പോകുന്ന കാര്യങ്ങളാണ് പുള്ളിയൊക്കെ നേരത്തെ ചോദിച്ചേക്കുന്നത്. ഇത്തരത്തിൽ ലംബോർഗിനി എടുത്ത സമയത്ത് അത് ഇവിടെ നമ്മുടെ കേരളത്തിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യും, അതിന് ടാക്സ് അടച്ചാണ് എടുത്തത്. ഒരു കാര്യമുണ്ട്, തൃശ്ശൂർക്കാർക്ക് ഒരു അബദ്ധം പറ്റി. നമ്മൾ മലയാളികൾക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്ക് ഇടാനുള്ള കിടക്ക് തുടച്ചൊന്ന് ക്ലീൻ ചെയ്യും, അതേപോലെ തന്നെ ഈ മണ്ടനെ ഇവിടെ നിന്ന് ഓടിക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. പിന്നെ അപ്പൊ പറയാൻ ഇത് ഈ വീഡിയോ ഞാൻ ചെയ്യാണ്ടായ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. അസ്രയേൽ എന്നൊരു പടമാണ് അടുത്തത് ഇതിന്റെ ലാസ്റ്റ് സീരീസ് ആയിട്ട് ഇറങ്ങാൻ പോകുന്നത്. മൂന്നാം ഭാഗം എന്തായാലും ഇറങ്ങും എന്ന് തന്നെയാണ് പല അവരുടെ ഇന്റർവ്യൂസിൽ അവർ പറഞ്ഞിട്ടുണ്ടായ സംഭവം. ഇനി ഈ പടം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടും, അല്ലെങ്കിൽ വരും ദിവസം ഈ പടം എത്രയും പെട്ടെന്ന് അതിന്റെ ഷെഡ്യൂളൊക്കെ നടത്തി പെട്ടെന്ന് അതിന്റെ അതായത് എത്രയും പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് ഇറക്കാൻ പറ്റുമോ, അവർക്ക് എന്താണോ സമൂഹത്തിനോട് പറയാനുള്ളത് അത് എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, വരും ദിവസങ്ങളിൽ ഇവര് ഈടി, മാങ്ങ, ചേന, ചക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും കൊണ്ട് ഇതുവഴി നമുക്ക് കേൾക്കാം. അതായത് നമ്മ സിനിമയിലൂടെയൊക്കെ എല്ലാവരും പാര വെക്കണത് ഇങ്ങനെ അങ്ങനെ, അതായത് വലിയ രീതിയിലുള്ള പാരകൾ, നമ്മ വെക്കുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാരകളല്ല, വലിയ കളികൾ ഇവര് ചിലപ്പോൾ ചെയ്തു എന്ന് വരും. കാരണം ഇവർക്ക് ഭയമാണ്, ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഭയമാണ്. ആ ഭയമാണ് അവരിന്ന് ഈ സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്നത്. പിന്നെ പലരും പറയും ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, മറ്റേതാണ് മാങ്ങയുടെ തേങ്ങ. അതായത് അവര് എന്താണോ സമൂഹത്തിനോട് പറയാം, അതായത് നുണ പറഞ്ഞിട്ടല്ല അവര് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, സത്യം വിളിച്ചു പറഞ്ഞൊരു മാർക്കറ്റിംഗ് ആണ് നടത്തുന്നത്. അതിനെ നമ്മൾ അനുമോദിക്കണം വേണ്ടത്. പലർക്കും അറിവില്ലാത്ത, അതായത് നമ്മൾ ഒരു പത്രം വായനയോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനലോ കണ്ട് ശീലമില്ലാത്ത ആളുകൾ ഇതുപോലുള്ള സിനിമകളിലൂടെ ചരിത്രം അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഒരു വലിയ ശക്തിയോട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു പവർ വെച്ചിട്ട് അവർക്ക് എന്ത് കാട്ടിക്കൂട്ടാൻ പറ്റും. അതാണ് മുരളി ഗോപി എമ്പുരാനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നത്. പൃഥ്വിരാജ് നല്ല രീതിയിൽ ഡയറക്ട് ചെയ്ത്, നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത്, നല്ലൊരു സിനിമയൊക്കെ ഇറക്കുകയും ചെയ്തു. അതിന്റെ ആ ഒരൊറ്റ കുഴപ്പം പൃഥ്വിരാജ് ചെയ്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇവർ നേരിടുന്ന പല, അതായത് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രതിഷേധങ്ങളും. പിന്നെ നമ്മൾ മലയാളികൾ ഒരു പൊട്ടനെ വിജയിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. പൊട്ടൻ കഴിഞ്ഞ ദിവസം കുറെ കാര്യങ്ങൾ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. 51 വെട്ട് സിനിമ ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അത് എഴുതിയിരിക്കുന്നതും ഈ പറയുന്ന മുരളി ഗോപി തന്നെയാണ്. അപ്പൊ ആ ഒരു സിനിമ തിയേറ്ററിൽ ഓടുകയും ഈ പറഞ്ഞ കേരളത്തിൽ ഒരു കുലുക്കവും ഉണ്ടാക്കാതെ ഒരു വഴിയിലൂടെ റിലീസായി ഒരു വഴിയിലൂടെ തന്നെ പോയൊരു സിനിമയാണ് ഈ പറയുന്ന ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. പിന്നെ ഇതൊക്കെ എന്താണോ സുരേഷ് ഗോപി പറയുന്നതെന്ന് പുള്ളിക്ക് പോലും അറിയില്ല. പുള്ളി വാതൊരാതെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ബ്രിട്ടാസിനെതിരെ നേരത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് കൈരളി ചാനലിന്റെ മറ്റേ മൈക്ക് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയമാണ്. പുള്ളി മറ്റേ ഈ സാധനം വരും പുള്ളിക്ക്, മനസ്സിലായ? പുള്ളിയുടെ വിചാരം ഇതൊക്കെ സിനിമയാണ്, ക്യാമറകളൊക്കെ പുള്ളിനെ ഷൂട്ട് ചെയ്യണത് മറ്റേ കട്ട് ചെയ്ത് നല്ല ഭാഗങ്ങളൊക്കെ ഇടും, പുള്ളി മറ്റേ ഏതോ വലിയ ആളാണെന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ, അതായത് വലിയൊരു പ്രക്ഷോഭത്തിനെതിരെ നടത്തിയ ചെറിയൊരു പ്രക്ഷോഭമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ സിനിമയിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്നത്തെ ജനത ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുന്നേ ഇല്ല. ഒരു ന്യൂസ് ചാനലിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ അശ്വന്ത് വോക്കിനെതിരെ ഈ അന്നേരത്തെ ആ വീഡിയോ ഇടാൻ ഉണ്ടായ കാരണം, അശ്വന്ത് വോക്ക് ഇത്രയും വലിയൊരു ആളായിട്ട് ഇങ്ങനെ റിവ്യൂ ഒക്കെ പറയുമ്പോൾ സിനിമയിൽ ഇതുപോരാ മറ്റേ മാങ്ങ പോരാ എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനകത്തുണ്ടായ ഒരു കണ്ടന്റ് എന്താണോ നമ്മുടെ ഗുജറാത്തിലും ഇന്ത്യയിൽ എന്താണോ നടന്നത് അതിനെ ആസ്പദമാക്കി ഒരു കാര്യം പോലും പറഞ്ഞില്ല. പുള്ളിക്ക് കുറച്ച് റീച്ച് കിട്ടണം, മോഹൻലാലിനെ കുറച്ച് കുറ്റം പറഞ്ഞു, പൃഥ്വിരാജിനെ കുറച്ച് ഇത് പറഞ്ഞു, ഡയറക്ഷൻ പോരാ, മാങ്ങ പോരാ, ചേന പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഏത് മൂവിയുടെ, അതായത് എന്താണോ പുള്ളി ഉദ്ദേശിക്കുന്നത്, പുള്ളിക്ക് കുറച്ച് വ്യൂസ് കിട്ടി, കുറച്ച് കാശ് കിട്ടണം. പറയുമ്പോൾ എന്തെങ്കിലും സമൂഹത്തിൽ നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തൂടെ? ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്ന കാര്യങ്ങളാണെന്നും വരും കാലങ്ങളിൽ കേരളത്തിലും ഇങ്ങനെയൊക്കെ തന്നെ നടക്കുമെന്നും എന്തുകൊണ്ട് പുള്ളിക്ക് പറയാൻ കഴിഞ്ഞില്ല? പുള്ളി എന്നൊക്കെ പറഞ്ഞ ലോകത്ത് തോൽവിയാണ്. പുള്ളിയുടെയൊക്കെ റിവ്യൂവും കണ്ട് പുള്ളിയുടെയൊക്കെ ഇത്
അതായത് പുള്ളിയുടെ വീഡിയോ കാത്തിരുന്നിട്ട് പോയി സിനിമകൾ കാണാൻ വേണ്ടി നിൽക്കല്ലേ. നിങ്ങൾ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾ ആ സിനിമയെ കുറിച്ച് ചിന്തിക്കുക. ഈ സിനിമ എന്താശയമാണ് നമുക്ക് തരുന്നത്. സത്യം വിളിച്ചു പറഞ്ഞ് മാർക്കറ്റിംഗ് നടത്തിയ പൃഥ്വിരാജിന്, അതായത് എമ്പുരാൻ ടീമിന് വലിയൊരു സല്യൂട്ട്. ദൈവത്തിന്റെ മരണദൂതൻ എന്നറിയപ്പെടുന്ന അസ്രയേൽ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അസ്രയേൽ എന്നൊരു പടം എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. അത് എത്രയും പെട്ടെന്ന് തീർത്ത് ഈ ഒരു ഓളം എന്തായാലും ഇപ്പൊ തന്നെ അത് കെട്ടടങ്ങും. മാധ്യമങ്ങൾക്ക് പുതിയൊരു, അതായത് ന്യൂസ് ചാനലിന് പുതിയൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിന്റെ പുറകെ നടക്കും. അപ്പൊ എനിക്ക് പറയാം, എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നുകൊണ്ടല്ല. ഈ ഒരു സിനിമ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് എന്താണ്, അതായത് നിങ്ങൾ ആർക്കെതിരെയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, സമൂഹത്തിൽ നിങ്ങൾ എന്തിനെതിരെയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങളുടെ ആശയം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക. മനസ്സിലായി?